ഇപ്പോൾ നെടുമങ്ങാട് കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ആന്റണി രാജുവിന് ശിക്ഷ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. 1 മാസത്തെ ജാമ്യം അനുവദിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങും എന്നാണ് കരുതുന്നത്. വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. തൊണ്ടി മുതൽ തിരിമറി കേസിലാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും തൊണ്ടി മുതലായി ഉണ്ടായിരുന്നത് ഒരു അടിവസ്ത്രമാണ്. അത്തരത്തിൽ അടിവസ്ത്രം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ആന്റണി രാജുവിന്റെ വാഹനമാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അതെ, ആന്റണി രാജുവിന്റെ വാഹനം തന്നെയാണ് കടന്നു പോകുന്നത്. എന്തായാലും പോലീസ് അതിന് വഴിയൊരുക്കാൻ ഒരു ശ്രമം നടത്തുന്നു. വലിയ പ്രതിഷേധം സ്ഥലത്ത് നടക്കുകയാണ്. 32 വർഷത്തിന് ശേഷം ഒരു കേസിൽ ഇത്തരത്തിൽ ഒരു വിധി വരുന്നു. പലതവണ മാറ്റിവെച്ച ഒരു കേസ്, ഏറ്റവും ഒടുവിൽ അത് സുപ്രീം കോടതി വരെ പോയ ഒരു പശ്ചാത്തലം. ഇതാ വാഹനത്തെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതിഷേധം സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു. ആന്റണി രാജു അയോഗ്യനാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 3 വർഷത്തെ ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി കോടതി വിധി, കൂടുതൽ വിധിപ്പകർപ്പ് വന്നാൽ ഉടൻ തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റ് അത് സംബന്ധിച്ച ഉത്തരവും പുറപ്പെടുവിക്കും. വലിയ പ്രതിഷേധം സ്ഥലത്തുണ്ട്. വാഹനത്തെ കടത്തിവിടാൻ അനുവദിക്കാതെ അവിടെ ആളുകൾ വലിയ തരത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. പ്രതിഷേധിച്ച ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസും നടത്തും. വി എസ് അനു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വി എസ് അനു, എന്തായാലും വിധി വന്നു, അയോഗ്യതയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. എന്തായാലും 3 വർഷം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇത്രയും വർഷത്തോളം കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിന് അപ്പുറം നടത്തുന്ന ഒരു കേസ്, അതിലേറെ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആന്റണി രാജു ഇനി രാജിവെക്കുന്നത് വരെയുള്ള ഒരു പ്രതിഷേധം നമ്മൾ കാണേണ്ടി വരും. വലിയ പ്രതിഷേധമാണ് ആന്റണി രാജു കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായത്. പ്രവർത്തകർ, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആന്റണി രാജുവിന്റെ വാഹനം തടഞ്ഞു. ഇതിനിടയിൽ പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ച പോലീസ് പ്രവർത്തകർക്ക് ലാത്തി വീശി. ഇതിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ വലിയ തരത്തിലുള്ള വാക്കേറ്റം പ്രവർത്തകരും പോലീസും തമ്മിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിലുള്ള ഉന്തും തള്ളലുമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഈ പറയുന്ന വാഹനം കടത്തിവിടാൻ വേണ്ടി പോലീസ് ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏതായാലും ആന്റണി രാജു കോടതിയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഇതിനിടയിൽ ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നെടുമങ്ങാട് ജംഗ്ഷനിൽ കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നിൽക്കുന്നതാണ്. ഒരു പ്രവർത്തകൻ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഈ തൊട്ടടുത്ത നെടുമങ്ങാട് പോലീസിന് അപ്പുറത്തേക്ക് തൊട്ടടുത്ത വലിയമ്പല പോലീസിൽ നിന്ന് അടക്കം SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ കോൺഗ്രസ് പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ നിന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനിടയിൽ ഒരു ചെറിയ ലാത്തി ചാർജ് ഉണ്ടായി. അതിനിടയിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റു. ആ പ്രവർത്തകന് പരിക്കേറ്റത് ചൂണ്ടിക്കാട്ടി വീണ്ടും അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം തുടരുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് ആക്രോശിച്ചുകൊണ്ട് പ്രവർത്തകർ പറയുന്നതും കേൾക്കാം. കാരണം വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ആന്റണി രാജുവിന് ശിക്ഷ വിധിച്ചതിന് ശേഷം ആന്റണി രാജു വാഹനത്തിൽ പുറത്തേക്കിറങ്ങുമ്പോഴാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വാഹനം തടഞ്ഞതോടെയാണ് ആ തടഞ്ഞ പ്രവർത്തകരെ മാറ്റാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. വലിയ തരത്തിൽ ഇപ്പോൾ വാക്കേറ്റം അവിടെ തുടരുകയാണ്.
വി എസ് അനു ചേരുകയാണ്. വി എസ് അനു, എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കേസ് ഇത്രയും പ്രമാദമായ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കേസാണ്. സാധാരണഗതിയിൽ നമ്മൾ തുടക്കത്തിലൊക്കെ ചർച്ച ചെയ്തതുപോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴെന്ന് തോന്നുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അത് ആ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആണ്, തലസ്ഥാനത്ത് തന്നെയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു MLA ആണ്. അങ്ങനെ ഒരു MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ മാറുകയാണ്. അത് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. തീർച്ചയായും വലിയ രാഷ്ട്രീയ ആയുധമാക്കുക തന്നെയാണ് കോൺഗ്രസ് UDF. സ്വാഭാവികമാണത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു വിഷയത്തിൽ സ്വാഭാവികമായും ഇത്തരം നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പോലീസും അക്കാര്യം പറയുന്നത്. പക്ഷേ ഇടയ്ക്ക് ഈ പ്രവർത്തകർ പോലീസിന് നേരെ വലിയ തരത്തിൽ അല്ലെങ്കിൽ ഈ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആന്റണി രാജുവിൻ്റെ വാഹനം കോടതിക്ക് പുറത്ത് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും ഈ പറയുന്ന പോലീസുകാരും തമ്മിലുള്ള വാക്കേറ്റവും ചെറിയൊരു ലാത്തി ചാർജും ഒക്കെ ഇവിടെ ഉണ്ടായത്. വലിയൊരു സംഘർഷാവസ്ഥയല്ല, പക്ഷേ എങ്കിൽ കൂടി രാഷ്ട്രീയമായി വലിയ ഒരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഒരു ആംബുലൻസ് എത്തിയിരിക്കുന്നു. ആംബുലൻസിൽ ഈ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് പോലീസ് പ്രവർത്തകരും ഒക്കെ ചെയ്യുന്നത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. നേരത്തെ ഈ വിധി വന്ന ഉടൻ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനിടയിലാണ് പിന്നീട് അദ്ദേഹത്തിന് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകില്ല, ശിക്ഷ വിധിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവിന് ഇന്ന് ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിധി. അതിനൊക്കെ ശേഷം ആന്റണി രാജു പുറത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാഹനം തടയാനുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതോടുകൂടി പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിന്നും പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വി എസ് അനു തുടരാം. ജുഡീഷ്യ ഇപ്പോൾ ആ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ ഈ ആന്റണി രാജുവിൻ്റെ വാഹനം പുറത്തിറക്കാൻ നേരത്താണ് ഈ തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തരത്തിലുള്ള ഒരു വാക്കും ഒക്കെ ഉണ്ടായത്. ഈ വാഹനം യാതൊരു തരത്തിലും കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ നേരത്തെ ഇവിടേക്ക് എത്തിയതും അവർ ഈ വാഹനം തട്ടുകയും ചെയ്തത്. പക്ഷേ ഉടൻ തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് ആ വാഹനം കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ആ സമയത്താണ് 1-2 കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏതായിരുന്നാലും അത്തരം ഒരു സംഘർഷാവസ്ഥയൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് പ്രവർത്തകർ സംസാരിക്കുന്നുണ്ട്, പക്ഷേ സംഘർഷാവസ്ഥയൊന്നും ഇല്ല. ഏതായിരുന്നാലും ഈ പരിക്കേറ്റ പ്രവർത്തകരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ആന്റണി രാജുവിനെതിരെ ശക്തമായ പ്രക്ഷോഭം തുടങ്ങും അല്ലെങ്കിൽ ആരംഭിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഏതായാലും നിലവിലിപ്പോൾ മറ്റു പ്രശ്നങ്ങളില്ല. ഈ ചെറിയ തരത്തിലുള്ള ഈ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നു എങ്കിൽ കൂടി മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഈ ആന്റണി രാജുവിൻ്റെ വാഹനം പുറത്തിറങ്ങുന്ന സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ